പാശ്ചാത്യ ലോകത്ത് പ്രത്യേകിച്ചും യൂറോപ്യൻ രാജ്യങ്ങളിൽ കഴിഞ്ഞ ഏതാനും ദശകങ്ങളായി കുടിയേറ്റം എന്നത് കേവലം സാമ്പത്തികമോ ജനസംഖ്യാപരമോ ആയ ഒരു വിഷയം മാത്രമല്ല. അത് ആ രാജ്യങ്ങളുടെ സാംസ്കാരിക സ്വത്വത്തെയും ജനാധിപത്യ മൂല്യങ്ങളെയും ബാധിക്കുന്ന ഒന്നായി മാറിയിരിക്കുന്നു. ഈ പശ്ചാത്തലത്തിലാണ് ലണ്ടനിലെ വൈറ്റ് ചാപ്പലിൽ ഈയിടെ നടന്ന സംഭവങ്ങൾ ആഗോള ശ്രദ്ധ ആകർഷിക്കുന്നത്. ലണ്ടനിലെ ഒരു തെരുവിൽ ബൈബിൾ വായന നടത്തിയ സുവിശേഷ പ്രസംഗകനെ ഒരു വിഭാഗം ആളുകൾ തടഞ്ഞതും അതിലൊരു വനിതാ പോലീസ് ഉദ്യോഗസ്ഥ ഇടപെട്ടതും കേവലം ഒരു ക്രമസമാധാന പ്രശ്നമല്ല, മറിച്ച് വലിയൊരു സാമൂഹിക പ്രതിസന്ധിയുടെ അടയാളമാണ്. പടിഞ്ഞാറൻ യൂറോപ്പിലെ തന്നെ ഏറ്റവും വലിയ പള്ളികളിൽ ഒന്നായ ഈസ്റ്റ് ലണ്ടൻ മോസ്കിന് സമീപമുള്ള വൈറ്റ് ചാപ്പൽ തെരുവിൽ ഒരു തിങ്കളാഴ്ചയാണ് ഈ സംഭവം നടന്നത്. ഒരു സുവിശേഷ പ്രസംഗകൻ മൈക്രോഫോണിലൂടെ ബൈബിൾ വാക്യങ്ങൾ ഉറക്കെ വായിക്കുകയും ക്രിസ്തുമതത്തെക്കുറിച്ച് സംസാരിക്കുകയും ചെയ്യുകയായിരുന്നു. ഇതിനിടയിൽ അവിടെ എത്തിയ ഒരു വിഭാഗം ജനങ്ങൾ അദ്ദേഹത്തെ തടഞ്ഞു. ഇത് മുസ്ലിം ഭൂരിപക്ഷ പ്രദേശമാണെന്നും ഇവിടെ ഇത്തരത്തിലുള്ള സുവിശേഷ പ്രസംഗങ്ങൾ അനുവദിക്കില്ലെന്നുമായിരുന്നു അവരുടെ നിലപാട്. സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ച ദൃശ്യങ്ങളിൽ പ്രസംഗകനെതിരെ ചിലർ രൂക്ഷമായ ഭാഷയിൽ സംസാരിക്കുന്നത് കാണാം. നിങ്ങളുടെ ദൈവം ഒരു യഹൂദനല്ലേ എന്ന് ആക്ഷേപിക്കുന്നവരും മുഹമ്മദ് നബിയെക്കുറിച്ച് സംസാരിക്കാൻ നിങ്ങൾക്ക് അവകാശമില്ലെന്ന് വാദിക്കുന്നവരും ആ കൂട്ടത്തിലുണ്ടായിരുന്നു. ഒരു പ്രത്യേക മതവിഭാഗത്തിന് ഭൂരിപക്ഷമുള്ള പ്രദേശത്ത് മറ്റു മതവിശ്വാസങ്ങൾ പ്രചരിപ്പിക്കുന്നത് കുറ്റകരമാണെന്ന ധാരണയാണ് അവിടെ എത്തിയ ജനക്കൂട്ടം പ്രകടിപ്പിച്ചത്. തർക്കം രൂക്ഷമായതോടെ സ്ഥലത്തെത്തിയ വനിതാ പോലീസ് ഉദ്യോഗസ്ഥ കാണിച്ച മനസാന്നിധ്യവും നിയമബോധവുമാണ് വലിയൊരു സംഘർഷം ഒഴിവാക്കിയത്. പ്രസംഗകനെ തടയാൻ വന്നവരോട് അവർ കൃത്യമായ നിയമവശങ്ങൾ വിശദീകരിച്ച് നൽകി.